ഗുഡ് മോർണിംഗ്. ഇന്ന് ഡിഫറൻഷ്യൽ കോസ്റ്റ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 3 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാറുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറൻഷ്യൽ കോസ്റ്റ് അനാലിസിസ് ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ്, അത് തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നന്നായിട്ട് പഠിച്ചു വെക്കണം. വളരെ സിമ്പിളാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം. ഡിഫറൻഷ്യൽ കോസ്റ്റ് ആർ ഓഫൺ കൺഫ്യൂസ്ഡ് വിത്ത് മാർജിനൽ കോസ്റ്റ്. So it is better to compare the two to remove the confusion. The points of similarity and difference between the two are summarized as follows. നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ സിമിലാരിറ്റിയും ഇതിൻ്റെ ഡിഫറൻസും വരുന്നുണ്ട്. സിമിലാരിറ്റി ഒരു 3 പോയിന്റ് ഉണ്ട്. ആദ്യം പറയും, അതിനുശേഷമാണ് ഡിഫറൻസ് പറയുന്നത്. നോക്കാം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ആ രീതിയിൽ തന്നെ ചോദിക്കാം. സിമിലാരിറ്റിയും ഡിഫറൻസും എന്ന് ചോദിക്കാം. കൂടുതലും ചോദിക്കുക ഡിഫറൻസസ് എന്ന നിലക്കാണ്. എന്തായാലും ഇതെല്ലാം പോയിന്റും പഠിച്ചൊക്കെ വളരെ സിമ്പിളാണ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: ബോത്ത് ആർ ടെക്നിക്സ് ഓഫ് കോസ്റ്റ് അനാലിസിസ് ആൻഡ് കോസ്റ്റ് പ്രസൻറ്റേഷൻ. നമുക്കറിയാം, ഡിഫറൻഷ്യൽ കോസ്റ്റ് ആണെങ്കിൽ മാർജിനൽ കോസ്റ്റ് ആണ്, രണ്ടും കോസ്റ്റായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെയുള്ള 2 ടെക്നിക്കുകളാണ്. രണ്ടും കോസ്റ്റ് അനാലിസിസും കോസ്റ്റ് പ്രസൻറ്റേഷനാണ്. മനസ്സിലായില്ലേ? കോസ്റ്റിനെ അപഗ്രഥിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ. രണ്ടാമത്തത് സിമിലാരിറ്റിയാണ് പറയുന്നത്. രണ്ടാമത്തത് ബോത്ത് ആർ യൂസ്ഡ് ഫോർ ടേക്കിംഗ് മാനേജീരിയൽ ഡിസിഷൻസ് സച്ച് ആസ് ഇഫക്റ്റ് ഓൺ പ്രോഫിറ്റ്സ് ബൈ ഫോളോയിങ് ചേഞ്ചസ് ഓൺ സെയിൽസ് വോളിയം, പ്രൊഡക്റ്റ് മിക്സ്, പ്രൈസ് ഓർ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. രണ്ടും നമ്മൾ മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസാണ്. രണ്ടും അഥവാ നമ്മളെ സെയിൽസ് വോളിയം ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് മിക്സ് മാറ്റുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രൈസിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുമ്പോൾ, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ മാറ്റുന്ന സമയത്ത് നമ്മുടെ പ്രോഫിറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. 2 സ്ഥലത്തുമാണ് ചെയ്യുന്നത്. അഥവാ ഇത് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്നു. രണ്ടും ഡിസിഷൻ മേക്കിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ഡിഫറെൻറ്റ് ഘട്ടങ്ങളിൽ പ്രോഫിറ്റിനെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത് എന്നാണ് രണ്ടിലും നമ്മൾ നോക്കുന്നത്. കാരണം ഡിഫറെൻറ്റ് എന്താ പറയുക, നമ്മൾ കോസ് ഓഫ് ആക്ഷൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇങ്ങനെയുള്ള കോസ് ഓഫ് ആക്ഷൻസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റിൽ ഉണ്ടാകുന്ന മാറ്റമാണ് രണ്ടിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ തീരുമാനങ്ങൾക്ക് നമ്മൾ വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ, മാർജിനൽ കോസ്റ്റ് ആൻഡ് ഡിഫറൻഷ്യൽ കോസ്റ്റ് ആർ ദ സെയിം വെൻ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഫിക്സ്ഡ് കോസ്റ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഔട്ട്പുട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്താണെന്ന് പഠിക്കുന്ന സമയത്ത് പറഞ്ഞു. അവിടെ നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മെത്തേഡാണ് യഥാർത്ഥ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മൊത്തം കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യും, ടോട്ടൽ കോസ്റ്റാണ്. പക്ഷേ മാർജിനൽ കോസ്റ്റിംഗിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേരിയബിൾ കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പക്ഷേ അവിടെ തന്നെ നമ്മളൊരു പോയിന്റ് പറഞ്ഞു. ഇപ്പം നമ്മൾ ഒരു കോസ് ഓഫ് ആക്ഷൻ എടുക്കുന്നു. ആ കോസ് ഓഫ് ആക്ഷനിലൂടെ ഇപ്പം മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ മാറ്റുന്നു, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മിക്സ് മാറ്റുന്നു, അല്ലെങ്കിൽ നമ്മൾ സെയിൽസ് വോളിയം മാറ്റുന്നു, പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു, പ്രൊഡക്ഷൻ വോളിയം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. ഇങ്ങനെ പല കോസ് ഓഫ് ആക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ കോസ്റ്റിൽ മാറ്റം വരുന്നില്ല. അഥവാ വേരിയബിൾ കോസ്റ്റിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തുമ്പോൾ എല്ലാം കോസ് ഓഫ് ആക്ഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വേരിയബിൾ കോസ്റ്റിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ എങ്കിൽ അവിടെ നമ്മൾ വേരിയബിൾ കോസ്റ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. അഥവാ മാറ്റം വരുന്ന കോസ്റ്റാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിൽ ഒരു മാറ്റവും വരുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് തന്നെയാണ്. കാരണം വേരിയബിൾ കോസ്റ്റല്ലേ അവിടെ ഉള്ളൂ, ഫിക്സഡ് കോസ്റ്റിന് ഒരു മാറ്റവും വരുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞത്, സിമിലാരിറ്റിയിൽ പറഞ്ഞത്. മാർജിനൽ കോസ്റ്റും ഡിഫറൻഷ്യൽ കോസ്റ്റും സെയിം ആയിരിക്കും എപ്പോൾ? ഇഫ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഫിക്സ്ഡ് കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഓർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഔട്ട്പുട്ട് ഓർ മെത്തഡ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ചിങ് ഓർ പ്രോഡക്റ്റ് മിക്സ് ചേഞ്ചിങ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കോസ് ഓഫ് ആക്ഷൻസ് മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് അത് വേരിയബിൾ കോസ്റ്റിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ എങ്കിൽ ഡിഫറൻഷ്യൽ കോസ്റ്റും മാർജിനൽ കോസ്റ്റും സെയിം ആണ് അവിടെ. അപ്പോൾ ഈ സിമിലാരിറ്റി 3 കേസ് പറഞ്ഞു. ഒന്ന്, ഫിക്സഡ് കോസ്റ്റ് മാറുന്നില്ല എങ്കിൽ ഡിഫറൻഷ്യൽ കോസ്റ്റും മാർജിനൽ കോസ്റ്റും സെയിം ആയിരിക്കും. പിന്നെ രണ്ടാമത്തത്
ഇത് മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. എന്തിന്? പ്രോഫിറ്റിലുള്ള മാറ്റം ബേസ്ഡ് ഓൺ ദി ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഓർ ദ കോസ് ഓഫ് ആക്ഷൻസ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടും എന്താണ്? കോസ്റ്റ് അനാലിസിസും കോസ്റ്റ് പ്രസൻറ്റേഷനും ആണ്. ഇതാണ് 3 സിമിലാരിറ്റീസ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പോയിന്റ്സ് കൃത്യമായിട്ട് എല്ലാ ബുക്കുകളിലും ഉണ്ടാവില്ല. അപ്പോൾ ഈ പോയിന്റ്സ് കൃത്യമായിട്ട് അങ്ങ് നോട്ട് ചെയ്യുക, അതങ്ങ് പഠിച്ചേക്കുക, വേറെ ഒന്നുമില്ല അതൊക്കെ പഠിക്കാൻ. ഓക്കെ, അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ marginal cost and differential cost. ഒന്നാമത്തെ point, under marginal costing technique fixed costs are not added to get the marginal cost of product, whereas differential cost analysis taking into consideration changes in fixed cost due to change in output. അപ്പോൾ നേരത്തെ ഇപ്പം നമ്മൾ മൂന്നാമത് പറഞ്ഞില്ല പോയിന്റില്ല സിമിലാരിറ്റി, അതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം അവിടെ നമ്മൾ പറയുന്നത് ഫിക്സഡ് കോസ്റ്റിൽ മാറ്റങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ ഡിഫറൻസ് ഇതാ പറയുന്നത്, മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നില്ല, അത്ര മാത്രം എഴുതിയാൽ മതി. ഇൻ മാർജിനൽ കോസ്റ്റ് അനാലിസിസ് ഫിക്സഡ് കോസ്റ്റ് ആർ നോട്ട് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ഫോർ ടേക്കിംഗ് മാനേജീരിയൽ ഡിസിഷൻസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിഫറൻഷ്യൽ കോസ്റ്റ് അനാലിസിസ് ബോത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആർ ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഫോർ ടേക്കിംഗ് ഡിസിഷൻസ് ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ both costs due to change in output, increase or decrease in output, or method of change in method of production, or change in product mix, etc. ഒന്നാമത്തെ പോയിന്റ് അതാണ്. both costs are taken into account in differential costing, but only variable costs are taken into account in marginal cost. രണ്ടാമത്തെ പോയിന്റ്, ഡിഫറൻഷ്യൽ കോസ്റ്റ് അനാലിസിസ് ഹെൽപ്ഫുൾ ഇൻ ടേക്കിംഗ് മാനേജീരിയൽ ഡിസിഷൻ ആൻഡ് നോട്ട് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്. ഇൻ അതർ വേർഡ്സ്, ഡിഫറൻഷ്യൽ കോസ്റ്റ് ആർ കാൽക്കുലേറ്റഡ് സെപ്പറേറ്റ്ലി ഓൺ ആസ് അനാലിസിസ് സ്റ്റേറ്റ്മെന്റ്സ്. ഓൺ ദി അതർ ഹാൻഡ്, മാർജിനൽ കോസ്റ്റ് മേ ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്. നമ്മൾ നേരത്തെ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് പഠിക്കുമ്പോൾ പഠിച്ചു, ഇതൊരു അക്കൗണ്ടിങ്ങിന്റെ ഭാഗമല്ല, അഥവാ അക്കൗണ്ടിംഗ് റെക്കോർഡ്സിൽ ഇതൊന്നും കാണിക്കില്ല, ഡിഫറൻഷ്യൽ കോസ്റ്റ് ഒന്നും തന്നെ നമ്മൾ കാണിക്കുന്നില്ല. മാർജിനൽ കോസ്റ്റിംഗ് അങ്ങനെ കാണിക്കാം, ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. മാർജിനൽ കോസ്റ്റിംഗ് ക്യാൻ ബി ഓർ മേ ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ഡിഫറൻഷ്യൽ കോസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് separately taken into account for decision making but not recorded in the accounting records. Accounting records il adu include cheyyunnilla, but marginal costing എന്ത് ചെയ്യുന്നുണ്ട്? അക്കൗണ്ടിംഗ് റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, മാർജിനൽ കോസ്റ്റ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് കോൺട്രിബ്യൂഷൻ അപ്രോച്ച്, whereas differential cost may be ascertained on the basis of both the absorption costing as well as marginal cost. അപ്പോൾ നമ്മൾ പറഞ്ഞു മാർജിനൽ കോസ്റ്റ് നമ്മൾ കോൺട്രിബ്യൂഷൻ ബേസിസിലാണ്, അഥവാ നമ്മൾ കോൺട്രിബ്യൂഷൻ അപ്രോച്ചാണ് അവിടെ ഉപയോഗിക്കുന്നത്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അപ്പം നമ്മൾ അവിടെ എത്രയാണോ വാട്ട് എവർ ദി എമൗണ്ട് കമ്മിങ് ആസ് കോൺട്രിബ്യൂഷൻ, കോൺട്രിബ്യൂഷനിൽ എന്തുണ്ട്? പ്രോഫിറ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പം നമ്മളത് പ്രത്യേകമായിട്ട് ഫിക്സഡ് കോസ്റ്റിനെ മാറ്റിയിട്ടല്ല പ്രോഫിറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്, അവിടെ ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് ബോത്ത് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആസ് വെൽ ആസ് മാർജിനൽ കോസ്റ്റിംഗ് ആർ യൂസ്ഡ് ഫോർ അസർട്ടൈനിങ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. രണ്ടും അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റിംഗ് ആണ്, മനസ്സിലായില്ലേ? അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് നാലാമത്തെ പോയിന്റ്, ഇൻ മാർജിനൽ കോസ്റ്റിംഗ് മാർജിൻ ഓഫ് contribution per unit of limiting factor and profit to volume ratio are the main yardsticks for evaluating managerial decisions. Whereas in differential cost analysis, differential costs are compared with the differential revenues to determine whether alternative course of action should be followed or not. ഇത് ക്ലിയർ ആണ്, വളരെ സിമ്പിൾ പോയിന്റ് ആണ്. അഥവാ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗിൽ നമ്മൾ മാർജിൻ ഓഫ് കോൺട്രിബ്യൂഷൻ, മാർജിനൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, ദെൻ പ്രോഫിറ്റ് വോള്യൂം റേഷ്യോ, ഇതൊക്കെ നമ്മൾ അതിൻ്റെ ഓരോ യാർഡിസ്റ്റിക്കുകളാണ്, അളവുകോലുകളാണ്. അതൊക്കെയാണ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. ബട്ട് ഡിഫറൻഷ്യൽ കോസ്റ്റിങ്ങിൽ നമ്മൾ ഡിഫറൻഷ്യൽ കോസ്റ്റിനെ ഡിഫറൻഷ്യൽ റവന്യൂ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ആ ഡിഫറൻഷ്യൽ റവന്യൂ ആണ് കൂടുതലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ എടുക്കും. അഥവാ അതങ്ങനെയല്ല, കോസ്റ്റാണ് കൂടുതലെങ്കിൽ നമ്മൾ അതിനെ ഡിസ്കാർഡ് ചെയ്യും, അത് ഒഴിവാക്കും. അതാണ് പറയുന്നത്.
അപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ പ്രോഫിറ്റ് വോളിയം റേഷ്യോ, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, കോൺട്രിബ്യൂഷൻ മാർജിൻ, ഇതിനൊക്കെ എന്ത് ചെയ്യും കൺസിഡർ ചെയ്തിട്ട് അതൊക്കെയാണ് ഓരോ യാർഡ്സ്റ്റിക്കുകളായിട്ട് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് എടുക്കുന്നത്. പക്ഷേ ഡിഫറൻഷ്യൽ കോസ്റ്റിങ്ങിൽ നമ്മൾ ഡിഫറൻഷ്യൽ കോസ്റ്റിനെ ഡിഫറൻഷ്യൽ റവന്യൂ ആയിട്ട് കമ്പയർ ചെയ്യുന്നു. ഡിഫറൻഷ്യൽ റവന്യൂ കൂടുതലും എക്സസ് ഇഫ് ദ ഡിഫറൻഷ്യൽ റവന്യൂ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഡിഫറൻഷ്യൽ കോസ്റ്റ്, ദാറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഈസ് ടേക്കൺ ഫോർ ആപ്ലിക്കേഷൻ. അതാണ് ഇത്രയാണ് ഒരു 4 പോയിന്റേ ഉള്ളൂ. ഈ പോയിന്റ്സ് ഒന്ന് ഓർമ്മിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഡിഫറൻസ് ബിറ്റ്വീൻ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ 5 മാർക്കിനായിരിക്കും. നിങ്ങൾ ഈ 4 പോയിന്റ് എഴുതുക. അപ്പോൾ ആദ്യം 5 മാർക്കിനൊക്കെ ആകുമ്പോൾ നമ്മൾ ആ ഒരു മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ആദ്യം എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് എഴുതുക, പിന്നെ എന്താണ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്ന് എഴുതുക. അതിനുശേഷം ഈ പോയിന്റ്സും എഴുതുക, ഈ 4 പോയിന്റും എഴുതുക. അപ്പം നമുക്ക് എന്തായി ഒരു 2 പേജ് നന്നായിട്ട് എഴുതാനുണ്ടാവും. ഒരു 5 മാർക്കിന് അത് മതി. അപ്പോൾ 3 മാർക്കിനാണെങ്കിൽ ജസ്റ്റ് ഈ 4 പോയിന്റ്സ് ഒന്ന് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യൽ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് തന്നെയാണ്. വളരെ കുറച്ച് പോയിന്റ്സ് ഇതിലുള്ളൂ, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത് വളരെ. പിന്നെ നമ്മൾ ആ പോയിന്റുകൾ സ്പെഷ്യൽ കണ്ടീഷനിൽ നമ്മൾ ആ പോയിന്റുകൾ മാത്രം നോട്ട് ചെയ്യുന്നു. ഇതിലൊരു 3 പോയിന്റാണ് നമുക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ ഫസ്റ്റ് വരുന്നത്. പിന്നെ നമ്മൾ അതിനെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് പോയിന്റ് എക്സ്പ്ലനേഷനൊന്നും അധികമൊന്നും എക്സ്പ്ലനേഷൻ ഇല്ലാതെ വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളാണിത്. ഈ അപ്ലിക്കേഷൻസ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പാർട്ടിൽ വരുന്നതാണ് അപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. തിയറിയാണ് അത്. ചിലപ്പോൾ എസ് സി ആയിട്ട് ചോദിക്കും, ചിലപ്പോൾ നമുക്ക് 5 മാർക്കിന് ചോദിക്കും. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് തന്നെ എഴുതണം. ആ പോയിന്റ്സ് ആണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കാം. Differential cost analysis is helpful in solving 2 types of problems, those that involve capital outlay investment and those which do not. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതും അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിനൊക്കെ നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് നമ്മൾ ഡിഫറൻഷ്യൽ കോസ്റ്റ് അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്. First type of problems are discussed in the subsequent chapter, but problems relating to second category are discussed as under. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ വരുന്ന പാർട്ടിൻ്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കാം. ഒന്നാമത് ഡിറ്റർമിനേഷൻ ഓഫ് ദി മോസ്റ്റ് പ്രോഫിറ്റബിൾ ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൈസ്. ഏതാണ് ഏറ്റവും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൈസ്, അത് തീരുമാനിക്കുക. അത് നമ്മൾ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് ഉപയോഗിക്കാറ്. ഏറ്റവും ലാഭകരമായിട്ടുള്ള പ്രൊഡക്ഷൻ, എത്ര പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്നതാണ് നമുക്ക് ഏറ്റവും ലാഭകരം. ഇനി അതല്ല, ഏറ്റവും ലാഭകരമായിട്ടുള്ള പ്രൈസ് ഏതാണ്, ഇതൊക്കെ നമ്മൾ തീരുമാനിക്കാൻ നമുക്ക് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് നമ്മളെ സഹായിക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. When it is required to determine the most profitable level of production which gives the maximum profit, maximum profit നൽകുന്ന പ്രൊഡക്ഷൻ ലെവൽ ഏതാണെന്ന് തീരുമാനിക്കേണ്ടി വരുമ്പോൾ the selling prices expected to absorb at various levels of activity are assessed by means of market research. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു മാർക്കറ്റ് റിസർച്ചിലൂടെ ഡിഫറെൻറ്റ് സെല്ലിംഗ് പ്രൈസസ് നമ്മൾ എടുക്കും. വേരിയസ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി അഥവാ ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻ ലെവൽസിൽ, അഥവാ 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്നതാണോ, 11,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്നതാണോ, 15,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്നതാണോ ഏറ്റവും ലാഭകരം എന്ന് നമ്മൾ പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഒരു പക്ഷേ നമ്മൾ 15,000 ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്ത് വിൽക്കുന്നതല്ലേ ലാഭകരം, 10,000-നെക്കാൾ നല്ല 15,000 അല്ലേ? അപ്പോൾ അവിടെ പ്രശ്നമുണ്ട്. 10,000 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അത് വിൽക്കുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് 10,000 യൂണിറ്റ് നമുക്ക് മാർക്കറ്റിൽ വിറ്റ് പോകും. അപ്പോൾ 15,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം 10,000 യൂണിറ്റ് 5,000 യൂണിറ്റ് അവിടെ ബാലൻസ് വന്നു കഴിഞ്ഞാൽ എന്തായി, അതൊരു ഡെഡ് സ്റ്റോക്കായി, അല്ലെങ്കിൽ അതിൻ്റെ പീരിയഡ് പിന്നെയും കൂടി, ഇനി അടുത്ത ലെവലിലേ അത് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ്, അതിൻ്റെ സ്റ്റോറേജ് കോസ്റ്റ്, അതൊക്കെ എക്സ്ട്രാ കോസ്റ്റായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ലാഭം കുറയും. അതാണ് മനസ്സിലായത്. അപ്പോൾ ഏറ്റവും ലാഭകരമായിട്ടുള്ള ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഏതാണെന്ന് തീരുമാനിക്കാൻ നമ്മൾ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ട്. The estimated revenue is calculated by multiplying the expected output at the level with the estimated price. നമ്മളിവിടെ ചെയ്യുന്നത് എസ്റ്റിമേറ്റഡ് പ്രൈസിലുള്ള എസ്റ്റിമേറ്റഡ് റവന്യൂ കണ്ടുപിടിക്കുകയാണ്.
The differential or incremental revenue is calculated by deducting the sales volume value at one level from the sales previous level. നമ്മൾ ഓരോ പ്രീവിയസ് ലെവലിലുള്ള സെയിൽസ് റവന്യൂ കറണ്ട് പ്രീവിയസ് സെയിൽസ് റവന്യൂ കൂടി കമ്പയർ ചെയ്യുന്നു. അവിടെ കൂടുതലുള്ളത് നമ്മൾ എടുത്ത് പിടിക്കുന്നു. അങ്ങനെ ഓരോ ലെവലിലും നമ്മൾ അങ്ങനെ പ്രീവിയസ് ലെവലുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഓരോന്നിലും വരുന്ന ഡിഫറൻഷ്യൽ കോസ്റ്റും ഡിഫറൻഷ്യൽ റവന്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ട് അവിടെ എവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്നത് ഓവർ ഡിഫറൻഷ്യൽ കോസ്റ്റ്, ആ ലെവലിനെയാണ് നമ്മൾ മോസ്റ്റ് പ്രോഫിറ്റബിൾ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യും. As long as the differential revenue is more than that differential cost, level of production is increased. ജസ്റ്റ് നമ്മൾ നോക്കുന്ന ഇതാണ്, ഡിഫറൻഷ്യൽ കോസ്റ്റിനേക്കാളും കൂടുതൽ ഡിഫറൻഷ്യൽ റവന്യൂ വരുന്ന എല്ലാ ലെവലുകളും എടുക്കും. ഏതൊക്കെ ലെവലിൽ എത്രത്തോളം റവന്യൂവിൽ നമ്മൾ റവന്യൂ കൂടുതലാണ് ഡിഫറൻഷ്യൽ കോസ്റ്റിനേക്കാളും അത്രത്തോളം നമ്മൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. But when the differential cost is more than the differential revenue, that level is not beneficial to the concern, and level prior to this level will be the optimum level of production. This will be more clear from the following. നമ്മളൊരു ഇലസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പോയിന്റ് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാം. പ്രോബ്ലം നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ എടുക്കുന്നു. ഏത് ലെവൽ? നമ്മളൊരു ലെവലിൽ എടുത്തു നോക്കുന്നു. ആ ലെവലിൽ റവന്യൂ കൂടുതലും കോസ്റ്റ് കുറവും. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത ലെവലിലേക്ക് പോകും. അങ്ങനെ ഓരോ ലെവൽ എടുത്തിട്ടും എവിടെയാണോ ഡിഫറൻഷ്യൽ കോസ്റ്റ് കൂടുതലും റവന്യൂ കുറവും, അഥവാ കോസ്റ്റ് കൂടുതലും നമുക്ക് വരുമാനം കുറവുമായിട്ട് വരുന്ന ആ ലെവലിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് തൊട്ട് മുമ്പുള്ള ലെവലിനെ നമ്മൾ മാക്സിമം പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് എടുത്തിട്ട് അവിടെ നമ്മൾ പ്രൊഡക്ഷനും സെയിലും നടത്തി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഡിറ്റർമിൻ മോസ്റ്റ് പ്രോഫിറ്റബിൾ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ആണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത് അക്സെപ്റ്റൻസ് ഓഫ് ഓവർ അറ്റ് എ ലോവർ പ്രൈസ് ഓർ ഓഫറിംഗ് എ കൊട്ടേഷൻ അറ്റ് ലോവർ സെല്ലിംഗ് പ്രൈസ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് കപ്പാസിറ്റി. നമുക്ക് കപ്പാസിറ്റി ഇപ്പോൾ ഒരു 15,000 യൂണിറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മെഷീനറിയാണ് നമുക്കുള്ളത്. നമ്മൾ അറ്റ് പ്രസന്റ് ഒരു 10,000 യൂണിറ്റേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മാക്സിമം കപ്പാസിറ്റി യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ലാഭം കുറച്ചിട്ട് നമ്മളെ ലോവർ പ്രൈസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അഥവാ നമ്മൾ ഹൈ പ്രൈസിൽ നമ്മൾ വിൽക്കുമ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ നമുക്ക് നടത്താൻ പറ്റില്ല. കാരണം എന്താ? സാധനം കൂടുതൽ വിറ്റ് പോകില്ല. അപ്പോൾ നമ്മൾ പ്രൈസ് ഒന്ന് കുറക്കും കൂടുതൽ വിൽക്കാൻ വേണ്ടി. അപ്പോൾ കൂടുതൽ വിൽക്കുമ്പോൾ എന്താവും? നമ്മുടെ കൂടുതൽ കപ്പാസിറ്റി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 10,000 യൂണിറ്റ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ മെഷീനറിക്ക് 15,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ നമ്മൾ 10,000 യൂണിറ്റ് ഒരു യൂണിറ്റിന് നമ്മൾ 100 റുപ്യ വെച്ചാണ് വെക്കുന്നത്. 100 റുപ്യ വെച്ച് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് 10,000 യൂണിറ്റേ വിൽക്കാൻ പറ്റുള്ളൂ. കൂടുതൽ ആളുകൾ വാങ്ങൂല. അതേസമയം നമ്മളെ പ്രൈസ് 100 നിന്ന് ഒരു 90 ആക്കുമ്പോൾ ആളുകൾ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ വരുന്നു. അപ്പോൾ നമുക്ക് 10,000 യൂണിറ്റിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 14,000 അല്ലെങ്കിൽ 15,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. 15,000 നമുക്ക് വിറ്റ് പോകും. മനസ്സിലായില്ലേ? 90 യൂണിറ്റ് 90 രൂപ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഇതാണ്, പ്രൈസ് എന്ത് ചെയ്യുന്നു? കുറച്ചിട്ട് നമ്മൾ കൂടുതൽ കപ്പാസിറ്റി ഉപയോഗിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പം കുറഞ്ഞ പ്രൈസിൽ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തി നമുക്ക് വിൽക്കാനുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് നമ്മൾ വരുന്നത് ഈ ഡിഫറൻഷ്യൽ കോസ്റ്റ് അനാലിസിസിലൂടെയാണ്. ഓക്കെ, അതാണ് രണ്ടാമത്. അക്സെപ്റ്റൻസ് ഓഫ് ഓവർ അറ്റ് എ ലോവർ പ്രൈസ് or offering quotation at lower selling price in order to increase capacity. മൂന്നാമത്തെ പോയിന്റ്, ഡെപ്ത് ഓഫ് പ്രോസസ്സിംഗ്. Differential cost analysis is also applied in order to assess whether it would be more profitable to sell a product as it is or to process it further into different products to be sold at an increased price. If incremental revenue as a result of further processing is more than the additional cost of processing, further processing is recommended. Depth of processing. ഇവിടെ ഞാൻ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സാധാരണ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മളിപ്പം പ്രോസസ്സ് ABC എന്ന് പറഞ്ഞിട്ട് 3 പ്രോസസ്സ് ഉണ്ടെന്ന് കരുതുക. അപ്പം നമ്മൾ ഒന്നാമത്തെ പ്രോസസ്സിൽ നിന്ന് രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് പോകും, മൂന്നാമത്തെ പ്രോസസ്സിലേക്ക് പോകും. അങ്ങനെ മൂന്നാമത്തെ പ്രോസസ്സിൽ നിന്നാണ് നമ്മളെ പ്രൊഡക്ഷൻ
നമുക്ക് വരുന്നത്. അവിടെ ചിലപ്പോൾ 1-2 പ്രോഡക്റ്റുകൾ ഉണ്ടാവും നമ്മളെ പ്രോസസ്സിങ് കഴിഞ്ഞാൽ. അപ്പോൾ ആ പ്രോസസ്സിങ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് അങ്ങനെ തന്നെ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പം അതിന് നമുക്കൊരു പ്രൈസ് കിട്ടും. പക്ഷേ ഈ മൂന്നാമത്തെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സെപ്പറേറ്റ് പ്രോസസ്സും കൂടി നടത്തുന്നു. ഈ പ്രോഡക്റ്റിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് ഒന്നും കൂടെ ഉഷാറാക്കി നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ കിട്ടുന്ന പ്രൈസിനേക്കാളും കൂടുതൽ പ്രൈസിൽ നമുക്ക് വിൽക്കാൻ പറ്റും എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മളൊരു അഡീഷണൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു കോസ്റ്റ് വരും. കാരണം വീണ്ടും ഒരു പ്രോസസ്സ് നടത്തുകയാണ്. നമുക്ക് നിലവിലുള്ള പോയിന്റിൽ നിന്നും വീണ്ടും ഒരു പ്രോസസ്സിങ് കൂടി നടത്തിയിട്ട് വിൽക്കുകയാണ്. കാരണം എന്താണ്, അങ്ങനെ പ്രോസസ്സിങ് നടത്തി വിൽക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹയർ പ്രൈസിൽ വിൽക്കാൻ പറ്റും. അപ്പോൾ ലാഭം കുറച്ച് കൂട്ടാൻ പറ്റും എന്ന് വിചാരിക്കുക. അഥവാ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇങ്ങനെ പ്രോസസ്സിങ് നടത്തുന്നതിന് വരുന്ന കോസ്റ്റ് ഉണ്ടല്ലോ, ആ കോസ്റ്റിനെക്കാട്ടും കൂടുതലാണ് നമുക്ക് ഇങ്ങനെ അഡീഷണൽ ആയിട്ട് പ്രോസസ്സിങ് നടത്തിയിട്ട് വിൽക്കുമ്പോൾ ഉള്ള പ്രൈസ് എങ്കിൽ അവിടെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള റവന്യൂ വരും. ആ റവന്യൂ നമ്മൾ കോസ്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രോസസ്സിങ് നമ്മൾ അഥവാ നമ്മുടെ ഫർദർ പ്രോസസ്സിങ് നമ്മൾ റെക്കമെൻഡ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അഥവാ ഫർദർ പ്രോസസ്സിങ് നടത്തിയിട്ട് വിൽക്കും. കാരണം അപ്പം നമുക്ക് കൂടുതൽ ഹയർ പ്രൈസിന് വിൽക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പോയിന്റൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം. വളരെ സിമ്പിളാണ്. ഫർദർ പ്രോസസ്സിങ് നടത്തിയാൽ കൂടുതൽ പൈസക്ക് വിൽക്കാൻ പറ്റും. ഇപ്പം നിലവിലുള്ള പ്രോസസ്സിങ്ങിലുള്ള പ്രോഡക്റ്റിന് അങ്ങനെ തന്നെ വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഫർദർ പ്രോസസ്സിങ് നടത്തിയാൽ കിട്ടുമെങ്കിൽ നമ്മൾ ആ ഫർദർ പ്രോസസ്സിങ്ങിനെ റെക്കമെൻഡ് ചെയ്യും എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ പറയുന്നത്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിന്റുകൾ. ഒന്നാമത്തെ നമ്മൾ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, മോസ്റ്റ് പ്രോഫിറ്റബിൾ പ്രോഡക്റ്റ് ലെവൽ അഥവാ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ തീരുമാനിക്കുന്നതിന് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ലോവർ പ്രൈസിലൂടെ മാക്സിമം പ്രോഫിറ്റ് നമുക്ക് അഥവാ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഫർദർ പ്രോസസ്സിംഗ് ആവശ്യമുണ്ടെങ്കിൽ അത് നടത്തിയിട്ട് കൂടുതൽ ലാഭകരമാക്കാൻ പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ഫർദർ പ്രോസസ്സ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യും. ഇതൊക്കെ നമ്മൾ നടത്തുന്ന ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് അനാലിസിസിലൂടെയാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പോയിന്റുകളാണ് ഇവിടെ പറയുന്നത് നോക്കാം. അതർ ഫീൽഡ്സ് വേർ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് അനാലിസിസ് ഈസ് അപ്ലൈഡ്. ഒന്നാമത്തത് വെദർ ഓർ നോട്ട് ഫാക്ടറി ഷുഡ് ഓപ്പറേറ്റ് അറ്റ് ഫുൾ കപ്പാസിറ്റി. അപ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കണം. നമുക്ക് നിലവിലുള്ള കപ്പാസിറ്റിയിൽ നിന്ന് ഫുൾ കപ്പാസിറ്റിയിലേക്ക് കൊണ്ടുപോകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ട്. വേറൊരു പോയിന്റ്, വെദർ എ ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ ഷുഡ് ബി ഫോളോഡ്. ഇപ്പോൾ നമ്മളൊരു നിലവിലുള്ള ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സാണുള്ളത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ ലേബർ ഇൻറ്റൻസീവ് ആയിട്ട് അഥവാ ഇപ്പോൾ ലേബേഴ്സ് മാനുവലായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റാണ്. അത് നമ്മളൊരു മെഷീനറി ബേസ്ഡ് ആക്കുകയാണ്. അഥവാ നമ്മളെ പ്ലാന്റ് യൂസ് ചെയ്തുകൊണ്ട് അത് മെഷീനറി ഉപയോഗിച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ ലാഭകരമാവുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് നമ്മൾ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറയുന്നത് വെദർ ടു മേക്ക് ഓർ ബൈ എ സെപ്പറേറ്റ് പാർട്ട്. ഒരു പാർട്ട് നമ്മൾ ഉണ്ടാക്കണോ അഥവാ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണോ, ഇങ്ങനെയുള്ള തീരുമാനത്തിൻ്റെ അടുത്ത് വരും. അഥവാ ഇതൊക്കെ മാർജിനൽ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയുള്ള കേസുകളാണ്. ഇവിടെയും നമ്മൾ അത് ചെയ്യുന്നുണ്ട്. ഡിഫറൻഷ്യൽ കോസ്റ്റിങ്ങിലൂടെയും അത് നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. വെദർ എ ന്യൂ പ്രോഡക്റ്റ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓർ നോട്ട്. വേറൊരു പോയിന്റ് ഇതാണ്, നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടിയോ. ഇപ്പം നിലവിലുള്ള പ്രോഡക്റ്റുമായി മുന്നോട്ട് പോയാൽ മതിയോ, അതല്ല നമുക്കൊരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടിയോ. അപ്പോൾ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് അനാലിസിസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. വെദർ എ പർട്ടിക്കുലർ മാർക്കറ്റ് ഷുഡ് ബി ടാപ്ഡ് ഓർ നോട്ട്. ഇപ്പം നമ്മൾ നിലവിൽ ഒരു മാർക്കറ്റാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ണൂർ ജില്ലയിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. കാസർഗോഡും കൂടി നമ്മൾ പരിഗണിക്കണോ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഈ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിങ്ങിൽ കുറച്ചും കൂടി കൂടുതൽ പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തേണ്ടതുണ്ടോ, അതല്ല നിലവിലുള്ള മാർക്കറ്റ് മതിയോ, ഇത് തീരുമാനിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ട്. വെദർ എ പ്രോഡക്റ്റ് ഷുഡ് ബി ഡിസ്കണ്ടിന്യൂ ടു അവോയ്ഡ് ദ പ്രസൻറ്റ് ലോസ്. ഇപ്പം നമ്മൾ കുറേ പ്രോഡക്റ്റുകൾ ഉണ്ട്, നമുക്കൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടിയോ, കാരണം അതിൽ നിന്ന് ലോസാണ്. അപ്പോൾ ആ ലോസ് നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യണോ വേണ്ടിയോ മുന്നോട്ട് പോകണമെങ്കിൽ, അപ്പോൾ ലോസ് ആയതുകൊണ്ട് എന്തായാലും ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കും. പക്ഷെ ചില കേസിൽ നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റൂല. കാരണം എന്താ, അത് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മാർക്കറ്റ് ചെയ്യുന്ന ലാഭകരമായി കൊണ്ടുപോകുന്ന പ്രോഡക്റ്റും കൂടെ അതിൻ്റെയും കൂടി മാർക്കറ്റിംഗ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കേസിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ലാഭകരമല്ലാത്ത പ്രോഡക്റ്റും കൂടി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് ഇങ്ങനെയുള്ള തീരുമാനം എടുക്കുന്നതിനും ഉപയോഗിക്കുന്നുണ്ട്. വെദർ ഓർ നോട്ട് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ പർട്ടിക്കുലർ അസറ്റ് വിൽ ബി വർത്ത് വൈൽ.
ഇപ്പം നമ്മളൊരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നതിനും നമ്മൾ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻഷ്യൽ കോസ്റ്റ് അനാലിസിസ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദീസ് ആർ ദ വേരിയസ് application levels or the bases or the areas where the differential costing analysis can be applied. This is very important ആണ് പരീക്ഷയ്ക്ക്. അപ്പോൾ തിയറി ആണ്, വളരെ സിമ്പിൾ ആണ്, എല്ലാം പഠിച്ചു വെക്കുക, പോയിന്റ്സുകളൊക്കെ നോട്ട് ചെയ്യുക, ഇതിനത് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും ഡിഫറൻഷ്യൽ കോസ്റ്റിങ്ങിൽ വരുന്ന നമ്മുടെ തിയറി പാർട്ട്. അപ്പോൾ എല്ലാവരും ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് വായിക്കാം. വളരെ സിമ്പിൾ, വളരെ കുറച്ച് 2 ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ തന്നെ നമുക്ക്, ക്ലാസ് റൂമിലാണെങ്കിൽ ഒരു ക്ലാസ്സിൽ തന്നെ പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ 2 ക്ലാസ്സിലായിട്ട് കുറഞ്ഞ സമയം ഉപയോഗിച്ചിട്ടുള്ളൂ. 25 മിനിറ്റ് ഉണ്ട് ഇത്. അപ്പോൾ അതെന്ത് ചെയ്യാം, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക്. ഇതിൻ്റെ പ്രോബ്ലം പാർട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്ലാസ്സിൽ ഓഫ്ലൈന് വേണോ ഓൺലൈന് വേണോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നു. നോക്കെ ഓൺലൈനിൽ നമുക്ക് ഇത് ചെയ്യാം, എനിക്ക് പറ്റുമോ നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ ഞാനത് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ഇടാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് 1 or 2 ദിവസം കോളേജിൽ വന്നിട്ടത് ചെയ്ത് നോക്കാം. നിങ്ങളുടെ സൗകര്യവും എൻ്റെ സൗകര്യവും കൂടി നമുക്ക് നോക്കാം. വെക്കേഷൻ ടൈമല്ല, കുറഞ്ഞ ദിവസവും കൂടിയല്ലേ ഉള്ളൂ, നോക്കട്ടെ. ഓക്കെ, എനിവേ ഇതൊക്കെ പഠിച്ചു വെക്കുക നന്നായിട്ട്. താങ്ക് യു.